1984 നവംബർ 3 ലിസ മാക്മെ എന്ന 17 വയസ്സുകാരിയെ കാറിലെത്തിയ ഒരാൾ തട്ടിക്കൊണ്ടുപോയി. ലിസയെ പിറകിൽ നിന്നാണ് അയാൾ ആക്രമിച്ചത്. അവളെ തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തി. അവളുടെ കണ്ണും കൈയും ഒക്കെ കെട്ടിയിരുന്നു. അതിനാൽ തന്നെ അവൾക്ക് ആളെ കാണാൻ സാധിച്ചിരുന്നില്ല. 26 മണിക്കൂർ അവളെ ക്രൂര പീഡനത്തിന് ഇരയാക്കി. ലിസ അയാളോട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സഹതാപം പിടിച്ചുപറ്റി അയാളെ ബുദ്ധിപൂർവ്വം പറ്റിച്ച് അയാളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. അവൾ വീട്ടിലെത്തിയപ്പോൾ ഇത്രയും നേരം എവിടെയായിരുന്നു എന്ന് ചോദിച്ചുകൊണ്ട് അവളെ അവളുടെ വീട്ടുകാർ ചോദ്യം ചെയ്യുകയും ഉപദ്രവിക്കുകയും ചെയ്തു. അവൾ നടന്ന സംഭവമെല്ലാം സത്യസന്ധമായി പറഞ്ഞു. പക്ഷെ ആരും തന്നെ അവളെ വിശ്വസിച്ചില്ല. പിന്നീട് അവൾ പോലീസിനെ സമീപിച്ചു. അവൾ അയാളെ നേരിട്ട് കണ്ടിട്ടില്ലായിരുന്നുവെങ്കിലും അവൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഉദാഹരണം, കാറിന്റെ നിറം, തട്ടിക്കൊണ്ടുപോയ സ്ഥലത്ത് നിന്ന് അയാളുടെ താവളത്തിലേക്കുള്ള സമയം, എത്ര വളവുകൾ തിരിഞ്ഞു, അതൊക്കെ അവൾ ശ്രദ്ധിച്ചു. അങ്ങനെ അവൾ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസിന് അയാളെ കണ്ടെത്താനായി. അപ്പോഴാണ് എല്ലാവരും ഞെട്ടിയത്. ബോബി ജോ ലോങ് എന്ന് പറയുന്ന പ്രതി ഒരു സീരിയൽ കില്ലറും റേപ്പിസ്റ്റുമായിരുന്നു. 10ഓളം സ്ത്രീകളെ അയാൾ കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. 2019 ബോബിയെ വധശിക്ഷയ്ക്ക് വിധേയനാക്കി. ലിസി ഇപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥയും മോട്ടിവേഷണൽ സ്പീക്കറുമാണ്. അന്നവൾ ആ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലായിരുന്നുവെങ്കിൽ നിരവധി സ്ത്രീകളുടെ ജീവൻ വീണ്ടും നഷ്ടമായേനെ.